ഒക്ടോബർ മാസത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഡിജിറ്റലായിട്ടും തിയേറ്ററുകളിലും റിലീസാകാൻ പോകുന്ന 30 പടങ്ങൾ. അത് സിനിമ മാത്രമല്ല, സീരീസുകൾ എല്ലാം കൂടി ചേർത്താണ് പറയുന്നത്. 30-ലധികം സിനിമകളുണ്ട് കേട്ടോ, സീരീസുകളും. ഏതൊക്കെയാണ് അതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഒക്ടോബർ 2-ാം തീയതി ജോക്കറിന്റെ സെക്കൻഡ് പാർട്ട് ജോക്കർ ഫോളിയോ ഡു. ഒരേപോലെ മെന്റൽ ഇൽനസ് ഷെയർ ചെയ്യുന്ന 2 പേർ എന്നാണ് ഫോളിയോ ഡു എന്ന ഫ്രഞ്ച് വാക്കിനർത്ഥം. സോ ഈ സിനിമയിൽ വോക്കിംഗ് ഫീനിക്സ് അവതരിപ്പിക്കുന്ന ആർതർ ഫ്ലെക്ക് അഥവാ ജോക്കർ എന്ന കഥാപാത്രത്തിന്റെ കൂട്ടായിട്ട് മറ്റൊരു വട്ട് കേസ് കൂടി വരുന്നുണ്ട്. ലേഡി ഗാഗയാണ് ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. പടം തിയേറ്ററുകളിൽ ഒക്ടോബർ 2-ാം തീയതി കാണാം. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ അതിനു വേണ്ടി കണ്ടിരിക്കുക. നെറ്റ്ഫ്ലിക്സിൽ 1-ാം ഭാഗം കിടപ്പുണ്ട്. വേർ ഇസ് വാൻഡ എന്ന പുതിയ ജർമ്മൻ ക്രൈം ഡ്രാമ സീരീസ് ആപ്പിൾ TV പ്ലസിൽ ഒക്ടോബർ 2-ന് റിലീസ് ആവുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, വിനായകൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വരുന്ന തെക്കുവടക്ക് എന്ന മലയാളം സിനിമ ഒക്ടോബർ 4-ന് തിയേറ്ററുകളിൽ റിലീസാകും. 4-ാം തീയതി തന്നെ കൂൺ എന്നൊരു മലയാളം റൊമാൻറ്റിക് ത്രില്ലറും തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. കൺട്രോൾ എന്ന ഹിന്ദി സൈഫൈ ത്രില്ലർ 4-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകും. ദ സിഗ്നേച്ചർ എന്ന ഹിന്ദി ഡ്രാമ C5-ൽ ഒക്ടോബർ 4-ന് ഡയറക്ടർ റിലീസ് ആവുന്നുണ്ട്. കേഴ്സസ് എന്ന ആനിമേറ്റഡ് സീരീസിന്റെ സീസൺ 2 ആപ്പിൾ TV പ്ലസിൽ ഒക്ടോബർ 4-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കും. ഫേമസ് സിറ്റ്കോം ആയിട്ടുള്ള യങ് ഷെൽഡന്റെ 8-ാമത് സീസൺ നെറ്റ്ഫ്ലിക്സിൽ ഒക്ടോബർ 8-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇന്ത്യാനോ എന്ന ഇറ്റാലിയൻ ക്രൈം ഡ്രാമ മൂവി നെറ്റ്ഫ്ലിക്സിൽ 9-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. 9-ാം തീയതി തന്നെ ദ സീക്രട്ട് ഓഫ് ദ റിവർ എന്ന മെക്സിക്കൻ ക്രൈം ഡ്രാമ സീരീസും നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഈ മാസത്തിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിട്ടുള്ള സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വേട്ടയൻ റിലീസ് ആകുന്നത് ഒക്ടോബർ 10-ാം തീയതിയാണ്. രജനീകാന്തിനൊപ്പം മലയാളത്തിൽ നിന്നും മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, ഇവരെ കൂടാതെ ഹിന്ദിയിൽ നിന്നും അമിതാഭ് ബച്ചൻ, റാണ ദഗുബട്ടി, ദുഷാര വിജയൻ, ഋതിക സിംഗ്, അഭിരാമി, രോഹിണി തുടങ്ങിയ വലിയൊരു താരനിര ഈ പടത്തിൽ അരങ്ങേറുന്നുണ്ട്. അനിരുദ്ധിന്റേതാണ് മ്യൂസിക്. ഓൾറെഡി മനസ്സിലായോ എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ജയ് ഭീമിന് ശേഷം TJ ജ്ഞാനവേലാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഒക്ടോബർ 2-ന് ഇതിന്റെ ട്രെയിലർ റിലീസ് ആകും. 2 മണിക്കൂർ 43 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. പടത്തിന് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. തെമുറാൻ എന്ന ഇന്തോനേഷ്യൻ ഹൊറർ മൂവി നെറ്റ്ഫ്ലിക്സിൽ 10-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. ടോം റൈഡർ ദ ലെജൻഡ് ഓഫ് ലാറ ക്രോഫ്റ്റ് എന്ന ആനിമേഷൻ സീരീസ് 10-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ടോം റൈഡർ വീഡിയോ ഗെയിം അതുപോലെ സിനിമകളെയൊക്കെ ആസ്പദമാക്കി വരുന്ന ഒരു സീരീസ് ആണിത്. വിക്കി വിദ്യ കാ വോ വാല വീഡിയോ എന്ന ഹിന്ദി കോമഡി ഡ്രാമ ഒക്ടോബർ 11-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. രാജ്കുമാർ റാവു, തൃപ്തി ഡിംറി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ആലിയ ഭട്ടിന്റെ ജിഗ്ര എന്ന ഹിന്ദി ആക്ഷൻ ഡ്രാമയും ഒക്ടോബർ 11-ന് തിയേറ്ററുകളിൽ റിലീസാകും. ധ്രുവ് സർജ നായകനാകുന്ന കന്നഡ ആക്ഷൻ ത്രില്ലർ മാർട്ടിൻ ഒക്ടോബർ 11-ന് തിയേറ്ററുകളിൽ റിലീസാകും. കേറ്റ് ബ്ലഞ്ചറ്റ് പ്രധാന വേഷത്തിൽ വരുന്ന ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ഡിസ്ക്ലൈമർ ഒക്ടോബർ 11-ാം തീയതി മുതൽ ആപ്പിൾ TV പ്ലസിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഹോളിവുഡ് ഹൊറർ മൂവി ടെറിഫയർ 3 ഒക്ടോബർ 11-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. അപ്രൈസിംഗ് എന്ന കൊറിയൻ ആക്ഷൻ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ 11-ാം തീയതി റിലീസാവും. ലോൺലി പ്ലാനറ്റ് എന്ന ഇംഗ്ലീഷ് റൊമാൻറ്റിക് ഡ്രാമ 11-ാം തീയതി തന്നെ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നുണ്ട്. ഇൻ ഹെർ പ്ലേസ് നെറ്റ്ഫ്ലിക്സിൽ 11-ന് റിലീസാവുന്ന വേറൊരു ഇംഗ്ലീഷ് ഡ്രാമ ചിത്രമാണ്. ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൻ എന്ന ഡോക്യുമെന്ററി ആപ്പിൾ TV പ്ലസിൽ ഒക്ടോബർ 11-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. കോമഡി സീരീസ് ഷ്രിങ്കിങ്ങിന്റെ സീസൺ 2 ഒക്ടോബർ 16-ാം തീയതി ആപ്പിൾ TV പ്ലസിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളത്തിലെ ഈ മാസത്തിലെ ഏറ്റവും വലിയ റിലീസായ അമൽ നീരദ് സംവിധാനം ചെയ്ത ബൊഗെയിൻ വില്ല എന്ന ത്രില്ലർ സിനിമ ഒക്ടോബർ 17-ാം തീയതി തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി, ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ, സൃന്ദ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ വരുന്നത്. സംഗീതം സുഷിൻ ശ്യാമാണ്. ഓൾറെഡി കർത്താവിന് സ്തുതി എന്ന പാട്ടൊക്കെ ഭയങ്കര വിവാദമായി മാറിയിട്ടുണ്ട്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ജ്യോതിർമയി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. പുള്ളിക്കാരുടെ ലുക്കും ഈ പാട്ടും ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. എനിവേ ഈ മാസം ഞാൻ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മലയാളം സിനിമയാണ് ബൊഗെയിൻ വില്ല. ജോജു ജോർജ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന പണി എന്ന സിനിമ 17-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ഹിസ്റ്റീരിയ പീകോക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ ഒക്ടോബർ 18-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. ഹൊറർ പടമായിട്ടുള്ള സ്മൈലിന്റെ സെക്കൻഡ് പാർട്ട് ഒക്ടോബർ 18-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ദ വൈൽഡ് റോബോട്ട് ഇതൊരു ആനിമേറ്റഡ് സൈഫൈ മൂവിയാണ്. ഇത് ഒക്ടോബർ 18-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. വെനം ഫ്രാഞ്ചൈസിലെ പുതിയ സിനിമ വെനം ദ ലാസ്റ്റ് ഡാൻസ് ഒക്ടോബർ 25-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 2018-ലും 2021-ലും ഇറങ്ങിയ വെനം സിനിമകളുടെ സീക്വലാണ്. അതുപോലെ തന്നെ സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിലെ 5-ാമത്തെ ഫിലിമുമാണിത്. ടോം ഹാർഡിയാണ് വെനം എന്ന സൂപ്പർ ഹീറോ വേഷത്തിൽ വരുന്നത്. കാജൽ, കൃതി സനൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന ദോ പത്തി എന്ന ഹിന്ദി ത്രില്ലർ ചിത്രം ഒക്ടോബർ 25-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ ഡയറക്ട് OTT റിലീസ് ആവുന്നുണ്ട്. ഒക്ടോബർ 31-ന് അതായത് ദീപാവലിയോടനുബന്ധിച്ച് കുറെ സിനിമകൾ തമിഴിലും തെലുങ്കിലും ഒക്കെ റിലീസ് ആവുന്നുണ്ട്. അതിൽ ആദ്യത്തേത് അമരൻ. ശിവകാർത്തികേയൻ,
സായി പല്ലവി തുടങ്ങിയവർ അഭിനയിച്ച തമിഴ് ആക്ഷൻ ഡ്രാമയാണ് ഈ സിനിമ. രാജ്കുമാർ പെരിയസ്വാമിയാണ് പടത്തിന്റെ ഡയറക്ടർ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. നെക്സ്റ്റ് ഫിലിം ബ്ലഡി ബഗർ. കവിൻ നായകനാകുന്ന കോമഡി ഡ്രാമയാണിത്. M ശിവബാലനാണ് സിനിമയുടെ ഡയറക്ടർ. അടുത്തത് ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ ആണ്. വെങ്കി അഡ്ലോറി സംവിധാനം ചെയ്ത തെലുങ്ക് പടമാണിത്. മീനാക്ഷി ചൗധരിയാണ് നായിക. GV പ്രകാശ് കുമാർ തന്നെയാണ് ഈ പടത്തിന്റെ സംഗീതം. സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാനിരുന്നിട്ട് ദീപാവലിയിലേക്ക് റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഇതിനി വീണ്ടും മാറ്റുമോ എന്ന് എനിക്കറിയില്ല. തെലുങ്കിനൊപ്പം മലയാളം, തമിഴ്, ഹിന്ദി ഡബിംഗ് വേർഷനുകളും റിലീസ് ആവുന്നുണ്ട്. ജയം രവി, പ്രിയങ്ക മോഹൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന ബ്രദർ എന്ന തമിഴ് റൊമാന്റിക് കോമഡിയും ദീപാവലി റിലീസായിട്ട് ഒക്ടോബർ 31 റിലീസ് ആവുന്നുണ്ട്. പ്രശാന്ത് നീൽ എഴുതി DR സൂര്യ സംവിധാനം ചെയ്യുന്ന ബഗീര എന്ന കന്നഡ ആക്ഷൻ ചിത്രവും ഒക്ടോബർ 31 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ശ്രീമുരളി, രുക്മിണി വസന്ത്, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ഇതും തമിഴ്, മലയാളം ഡബിംഗ് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുകൂടാതെ ഹൗസ് ഓഫ് സ്പോയിൽസ് എന്ന പടം ഒക്ടോബർ 3 ആമസോൺ പ്രൈമിൽ, ഹോൾഡ് യുവർ ബ്രീത്ത് എന്ന സിനിമ ഒക്ടോബർ 3 ഹുലുവിൽ, ഒരു കട്ടിൽ ഒരു മുറി എന്ന മലയാളം പടം ഒക്ടോബർ 4 തിയേറ്ററിൽ, വൈറ്റ് ബേർഡ് ഒക്ടോബർ 4 തിയേറ്ററിൽ, ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ് എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഒക്ടോബർ 4 മോൺസ്റ്റർ സമ്മർ എന്ന ഹൊറർ പടം ഒക്ടോബർ 4 തിയേറ്ററിൽ, ഹെൽബോയ് ദ ക്രൂക്കഡ് മാൻ ഒക്ടോബർ 8 എ നോർമൽ ഫാമിലി എന്ന കൊറിയൻ ത്രില്ലർ ഒക്ടോബർ 16 തിയേറ്ററിൽ, ബ്രദേഴ്സ് എന്ന ഇംഗ്ലീഷ് കോമഡി ഒക്ടോബർ 17 ആമസോൺ പ്രൈമിൽ, ഗുഡ് റിച്ച് എന്ന കോമഡി ഫിലിം ഒക്ടോബർ 18 വുമൻ ഓഫ് ദ അവർ നെറ്റ്ഫ്ലിക്സിൽ ഒക്ടോബർ 18 ഡോൺ മൂവ് എന്ന പടം നെറ്റ്ഫ്ലിക്സിൽ ഒക്ടോബർ 25 ടൈം കട്ട് എന്ന പടം നെറ്റ്ഫ്ലിക്സിൽ ഒക്ടോബർ 30 തുടങ്ങിയ സിനിമകളും ഈ മാസം റിലീസ് ആവുന്നുണ്ട്. ഇതിലെ കൊറിയൻ, ഇംഗ്ലീഷ്, ഫോറിൻ പടങ്ങൾ പലതും ഇന്ത്യയിൽ റിലീസ് ആവാൻ ഉള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയാം. അപ്പോൾ ഇത്രയുമാണ് ഒക്ടോബർ മാസത്തിൽ റിലീസ് ആവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുമല്ലോ. അതുപോലെ ഈ സിനിമകളിൽ ഏതിനാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്നും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരിയാണ്.